അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഭവനം പെട്രോൾ ഒഴിച്ച് കത്തിക്കപ്പെട്ട ഒരു വാർത്ത ഇന്ന് നാം മാധ്യമങ്ങളോട് കേൾക്കുമ്പോൾ വല്ലാത്ത സങ്കടമായത് എൻ്റെ പ്രിയമുള്ളവരെ, ഒരു പള്ളി കത്തിക്കപ്പെടുമ്പോൾ, പെട്രോൾ ഒഴിച്ച് കത്തിക്കപ്പെടുമ്പോൾ അതിൽ പള്ളിയുടെ പ്രസിഡന്റ് പള്ളിയുടെ അകത്തുണ്ട്, മറ്റൊരാളുമുണ്ട്. പെട്രോൾ ഒഴിച്ചു കത്തിക്കപ്പെടുന്ന സമയത്ത് അവർ രക്ഷപ്പെട്ടത് അത്ഭുതകരമായിട്ടാണ്. ഇത്തരത്തിലുള്ള അക്രമങ്ങൾ ചെയ്യാൻ വേണ്ടി നിമിഷങ്ങൾ മാത്രമേ വേണ്ടി വരികയുള്ളൂ. എന്നാൽ ഈ അക്രമം കൊണ്ടുണ്ടാകുന്ന നഷ്ടങ്ങൾ ഒരുപാട് സത്യവിശ്വാസികളുടെ മനസ്സാണ് വേദനിക്കുന്നത്. ഇത്തരത്തിലുള്ള രംഗങ്ങൾ കാണുമ്പോഴൊക്കെ മുസ്ലിമീങ്ങൾ വല്ലാത്ത ദുഃഖിതരാകുന്നു. ആ സമയത്ത് അതിനെതിരെ പ്രതികാരം തീർക്കാനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കലാപങ്ങൾ ഉണ്ടാക്കാനോ ഒരിക്കലും മുസ്ലിമുകൾ ഒരുങ്ങരുത്. കാനൂനുബദ്ധമായി തന്നെ, നിയമപരമായി തന്നെ അതിനുള്ള നടപടിക്രമങ്ങളാണ് സ്വീകരിക്കേണ്ടത്. പരിശുദ്ധ ദീൻ നിയമം കയ്യിലെടുക്കാൻ ഒരിക്കലും മുസ്ലിമീങ്ങൾക്ക് അനുവാദം നൽകിയിട്ടില്ല. ഒരിക്കലും മുസ്ലിമീങ്ങൾ നിയമം കയ്യിലെടുത്ത് പ്രവർത്തിക്കാൻ അനുവാദമില്ലാത്തതുകൊണ്ട് നാം അത്തരത്തിലുള്ള പ്രവൃത്തിയിൽ ഏർപ്പെടൽ തന്നെ വലിയ കുറ്റകരവുമാണ്. അതിനു വേണ്ടി നാം സ്വീകരിക്കേണ്ട മാർഗങ്ങൾ ഒരുപാടുണ്ട്. അതിൽപ്പെട്ട ചില മാർഗങ്ങൾ നിയമപരമായി അതിനെന്തെങ്കിലും പരിഹാരം കണ്ടെത്താൻ നോക്കാം. അത് നമുക്ക് സാധ്യമല്ലെങ്കിൽ അള്ളാഹുവിനോട് ദുആ ചെയ്യുക, ക്ഷമ കൈകൊള്ളുക, ഇത്തരത്തിലുള്ള പ്രവർത്തികൾ ചെയ്യാം. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ചോദിക്കുന്നുണ്ട്, വമൻ അദ്ലമു മിമ്മൻ മനഅ മസാജിദല്ലാഹ്. അള്ളാഹുവിൻ്റെ പള്ളിയെ നശിപ്പിക്കുന്നവൻ, അവനേക്കാൾ വലിയൊരു അക്രമി ഒറ്റൊരാളുമില്ല എന്നാണ്. ഒരാൾ എവിടെയെങ്കിലും ഒരു അക്രമം നടക്കുമ്പോൾ അതിന് പ്രതികാരമായി മറ്റുള്ളവരുടെ ആരാധനാലയങ്ങളെ നശിപ്പിക്കാനോ ഒരിക്കലും മുസ്ലിമുകൾ മുതിരരുത്. മുസ്ലിമുകൾ പലയിടത്തും പല നാടുകളിലും പല വിധത്തുള്ള വേദനകളും അക്രമങ്ങളും നിരന്തരമായി അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ഫലസ്തീൻ്റെ ഒരവസ്ഥ അങ്ങനെയാണ്, ഗാസയുടെ അവസ്ഥ മറ്റൊരു രീതിയിലാണ്. അവിടെ അക്രമങ്ങൾ അത്രയും കൊടുമ്പിരി കൊല്ലുമ്പോൾ അതൊക്കെ കണ്ടില്ല എന്നടിക്കുന്നവർ തീർച്ചയായും യഥാർത്ഥത്തിൽ ഇത് ഫലസ്തീൻ്റെ മക്കളെയല്ല അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല പരീക്ഷിക്കുന്നത്, നമ്മെയാണ്. എന്ത് ചെയ്യുന്നുണ്ട്, ഇത് കണ്ട് ഏത് നിലപാട് സ്വീകരിക്കുന്നുണ്ട് എന്നാണ്. ഇതിനെതിരെ പ്രതികരിക്കാൻ കഴിഞ്ഞിട്ട് അങ്ങനല്ലേ, നമുക്കൊരു തിന്മ അത് പ്രതിരോധിക്കാനുള്ള കഴിവും ശേഷിയും നമ്മുടെ മുസ്ലിം രാജ്യങ്ങൾക്ക് അല്ലേ. കോടിക്കണക്കിന് ലക്ഷക്കണക്കിന് മുസ്ലിമുകൾ താമസിക്കുന്ന ഒരു ഇടയിലാണ് ഈ ചെറിയ ഒരു ഇസ്രായേൽ എന്ന് പറയുന്ന, അവിടുത്തെ മുസ്ലിങ്ങൾ ഒന്നിച്ചിരുന്ന് ഒന്ന് മൂത്രമൊഴിച്ചാൽ ഒഴുകി പോകുന്ന ഒരു രാഷ്ട്രമല്ലേ ഇസ്രായേൽ. എന്നിട്ട് പോലും എൻ്റെ പ്രിയപ്പെട്ടവരെ, ക്രൂരമായ അക്രമം നടക്കുമ്പോൾ അത് കാണാത്ത പോലെ നടിക്കുമ്പോൾ, ഒരു തിന്മ കണ്ട് അത് എതിർക്കാൻ കഴിവുണ്ടോ? എന്നിട്ടും അത് നാം എതിർക്കുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായും മരിക്കുന്നതിന് മുമ്പ് ബിഖാബ് ഖബലൽ മൗത്ത്, മരിക്കുന്നതിന് മുമ്പ് അള്ളാഹു അവരെ പിടിച്ച് ശിക്ഷിക്കും. ഇത് നമുക്ക് സാധിച്ചിട്ട് പോലും ഒരു പ്രാർത്ഥന പോലും ഞാൻ നടത്തിയില്ല എങ്കിൽ നമുക്ക് സാധിക്കുന്ന എന്തുവാ? അങ്ങനെയല്ലേ ഖുർആൻ പറഞ്ഞ, മൻ റഅ മുൻകറൻ ഫല്യുഗയ്യിർ ബിയദിഹി. നിനക്കൊരു തിന്മ കാണുമ്പോൾ കൈകൊണ്ട് നീ എതിർക്കണം. അത് നിനക്ക് സാധ്യമല്ല ഫബി ലിസാനി, നാവ് കൊണ്ട്. അതിനും സാധ്യമല്ല ഫബി ഖൽബി, കൽബ് കൊണ്ട്. കൽബ് കൊണ്ട് സാധ്യമല്ലാത്തവൻ ആരാണ്? കൽബ് കൊണ്ടൊന്ന് പ്രാർത്ഥിക്കാൻ, ആ പ്രവൃത്തിയെ വെറുക്കാൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഫലസ്തീൻ്റെ മക്കൾക്ക് വേണ്ടി നാം ദുആ ചെയ്യണം. ഈ ഒരു സംഭവം നടക്കുന്നത് ബ്രിട്ടനിലാണ്. ബ്രിട്ടനിലെ ഫീൽ ഹെവൽ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ പള്ളിക്ക് തീ കൊളുത്തിക്കൊണ്ടുള്ള ഈ ഒരു അക്രമം നടക്കുന്നത്. കൊളുത്തി അവർ ഓടുന്നു. പള്ളിയുടെ പ്രസിഡന്റ് അതിൻ്റെ അകത്തുണ്ട്, മറ്റൊരു ചെറുപ്പക്കാരുണ്ട്. അവർ അവിടെ നിന്ന് രക്ഷപ്പെടുന്നു. രംഗം ഉടനെ അഗ്നിശാമൊക്കെ അവിടെ വന്ന് അതിനൊക്കെ പരിഹാരം കണ്ടെത്തുന്നുണ്ടെങ്കിലും എൻ്റെ പ്രിയമുള്ളവരെ, മുസ്ലിമുകൾ നാനാഭാഗങ്ങളിൽ പല വിധത്തിലുള്ള പ്രയാസങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ നാം കാണുമ്പോൾ നമുക്കും ഒരു ഉത്തരവാദിത്വമുണ്ട്. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അതുപോലെ
അവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അത് നമ്മുടെ ഒരു ബാധ്യതയും കൂടിയാണ്. മുസ്ലിമീങ്ങൾ പലയിടങ്ങളിലും പല പ്രയാസങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല എല്ലാ മുസ്ലിമീങ്ങൾക്ക് അവൻ്റെ പ്രത്യേകമായ കാവലും സംരക്ഷണവും അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.